അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, എന്ത് ചെയ്താലും തടസ്സങ്ങളാണോ എങ്കിൽ 3 ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങൾ അല്ലാഹു മാറ്റിത്തരും. 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ഏത് തടസ്സവും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അതിനായി ഒരൊറ്റ തേങ്ങ അഥവാ നാളികേരം, ആ ഒരൊറ്റ തേങ്ങ മതി, അല്ലെങ്കിൽ ഒരു നാളികേരം മതി. ഈ ഒരു അമൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു നോക്കുക, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, ഉസ്താദേ എന്റെ ഒരു കാര്യം നടക്കുന്നില്ല, എന്തിനിറങ്ങിയാലും തടസ്സങ്ങളാണ്, ഏത് വിഷയത്തിനിറങ്ങട്ടെ തടസ്സങ്ങളാണ്. ഒരുപാട് പേര് പറയാറുണ്ട്, ഏത് വിഷയത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ജോലി കാര്യങ്ങളിൽ ഇറങ്ങുമ്പോൾ അവിടെ തടസ്സമുണ്ടാകുന്നു, ബിസിനസ് സംബന്ധമായി ഇറങ്ങുമ്പോൾ തടസ്സമുണ്ടാകുന്നു, വിവാഹ സംബന്ധമായി ഇറങ്ങുമ്പോൾ തടസ്സമുണ്ടാകുന്നു. അപ്പോൾ ഏതൊരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയാലും നമ്മുടെ മുന്നിൽ തടസ്സമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്ന ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇതിനെ പണ്ട് കാലങ്ങളിൽ എന്താണ് പറയുന്നത്, മുട്ട് അറുക്ക് എന്നാണ് പറയുന്നത്, അല്ലേ? കാരണം ജീവിതത്തിൽ വരുന്ന തട്ടുമുട്ട് പ്രശ്നങ്ങളെയൊക്കെ അറുത്ത് മാറ്റിക്കളയുക, മുന്നിലുള്ള പ്രയാസങ്ങളെയൊക്കെ തട്ടി മാറ്റിക്കളയുക, അങ്ങനെയുള്ളൊരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് അധികവും വരിക? ഒന്നിയിൽ കണ്ണീർ കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടാകാം, മറ്റെന്തെങ്കിലും കൊണ്ട് തടസ്സങ്ങളുണ്ടാകാം, നാവേറ് കൊണ്ട് തടസ്സമുണ്ടാകാം, മാരണം കൊണ്ട് തടസ്സമുണ്ടാകാം, സിഹ്റ് കൊണ്ട് തടസ്സമുണ്ടാകാം. അപ്പൊ അതിന് നമ്മൾ വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തേങ്ങ നമ്മൾ എടുക്കുക, ഒരു തേങ്ങ അഥവാ നാളികേരം, ഒരു തേങ്ങ നമ്മൾ എടുക്കുക. 3 ദിവസമാണ് ഈ അമല് നമ്മൾ ചെയ്യേണ്ടത്. തേങ്ങ എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്യുക. അതായത് നല്ലതുപോലെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ചകിരിയൊക്കെ കളയുക, തൊണ്ടൊക്കെ കളയുക, നല്ലതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുക. അപ്പൊ ക്ലീൻ ചെയ്തതിന് ശേഷം ആർക്കാണ് തടസ്സമുള്ളയാൾ, അപ്പൊ നമുക്കിത് സിമ്പിളായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് ഈ തേങ്ങ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു 11 ഫാത്തിഹ നമ്മൾ ഓതുക. എങ്ങനെ? ഒരു 11 ഫാത്തിഹ നമ്മൾ ഓതുക. ഓരോ ഫാത്തിഹ ഓതുന്ന സമയത്തും ഇശ്ഫി എന്ന് പറഞ്ഞ തേങ്ങയിൽ മന്ത്രിക്കുക. പിന്നെ ഒരു 41 ആയത്തിൽ കുർസി നമ്മൾ ഓതുക. എത്ര? 41 ആയത്തിൽ കുർസി നമ്മൾ ഓതുക. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും തേങ്ങയിൽ മന്ത്രിക്കുക. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഇശ്ഫി എന്ന് പറഞ്ഞ നമ്മൾ തേങ്ങയിൽ മന്ത്രിക്കുക. ഇത് വിഷമം അനുഭവിക്കുന്ന ആളും ചെയ്തു കൊടുക്കുന്ന ആളും ഒതു കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഈ അമല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2 പേർക്കും ഒതു വേണം. ഇനി ഒരാൾക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ അയാൾക്ക് ഒതു വേണം, അതുപോലെ വിഷമം അനുഭവിക്കുന്ന ആൾക്കും ഒതു വേണം. ഒതു കൊടുക്കുക. ആദ്യമായി 3 ആയത്തിൽ കുർസി ഓതി സ്വന്തം ശരീരത്തിൽ ഓതുക. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഈ അമല് നമ്മൾ ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞായിരുന്നു പല പ്രശ്നങ്ങളും നമുക്ക് വരാറുള്ളത് കണ്ണീറുകൾ കൊണ്ടും സിഹ്റുകൾ കൊണ്ടും മാരണങ്ങൾ കൊണ്ടും ഒക്കെയാണ് അധികം പ്രശ്നങ്ങൾ നമുക്ക് വരാറുള്ളത്. അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? ആദ്യമായിട്ട് 3 ആയത്തിൽ കുർസി ഓതി നമ്മുടെ ശരീരത്തിൽ ഓതി മന്ത്രിച്ചതിന് ശേഷം ഓതിയതിനു ശേഷം മാത്രമേ ഈ അമലിലേക്ക് നമ്മൾ കടക്കാവൂ. അപ്പൊ ഈ 3 ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതിയതിനു ശേഷം ഒരു തേങ്ങ വൃത്തിയാക്കി എടുക്കുക. വൃത്തിയായി എടുത്തതിന് ശേഷം 11 ഫാത്തിഹ നമ്മൾ ഓതുക. ഓരോ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഇശ്ഫി എന്ന് പറഞ്ഞ് തേങ്ങയിൽ മന്ത്രിക്കുക. പിന്നെ ഒരു 41 ആയത്തിൽ കുറിച്ച് 41 ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതുക. എല്ലാവർക്കും ആയത്തിൽ കുറിച്ച് അറിയാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അപ്പൊ 41 ആയത്തിൽ കുർസി ഓതുക. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും തേങ്ങയിൽ നമ്മൾ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. അതിനുശേഷം 41 പ്രാവശ്യം അലം നശ്റഹ് നമ്മൾ ഓതുക. അലം നശ്റഹ് സൂറത്ത് എല്ലാവർക്കും അറിയാം, ഞാൻ ഓതിത്തരാം. ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ദഹറക വറഫഅനാ ലക ദിക്റക. ഈ സൂറത്ത് മൊത്തം 41 പ്രാവശ്യം നമ്മൾ എന്തുക? ഈ സൂറത്ത് ഓതുക. ഓരോ പ്രാവശ്യം
ഓരോ പ്രാവശ്യം ഈ സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇശ്വി എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങയിൽ നമ്മൾ മന്ത്രിക്കുക. ആയത്തിൽ കുറിച്ച് 41 പ്രാവശ്യം ഓതിയതിനു ശേഷം ഓതിയതിനു ശേഷം ആരാണോ പ്രയാസം അനുഭവിക്കുന്ന ആ വ്യക്തിയുടെ ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ആയത്തിൽ കുറിച്ച് 41 പ്രാവശ്യം ഓതിയതിനു ശേഷം ആരാണോ വിഷമം അനുഭവിക്കുന്ന ആ വ്യക്തിയുടെ ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് തേങ്ങ കൊണ്ട് 3 പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുക. 3 പ്രാവശ്യം നമ്മൾ ഒഴിഞ്ഞെടുക്കുക. എന്നിട്ട് 3-ാം പ്രാവശ്യം ഒഴിഞ്ഞ് കാലിന്റെ തള്ളാൻ വിരൽ വരെ അങ്ങ് ഒഴിഞ്ഞ് ഇറക്കുക. നമ്മൾ മനസ്സിലാക്കണം. 3-ാമത്തെ പ്രാവശ്യം എങ്ങനെ നമ്മൾ ഒഴിഞ്ഞുകൊണ്ട് പോകേണ്ടത്? കാലിന്റെ തള്ളവിരൽ വരെ നമ്മൾ ഒഴിഞ്ഞ് ഇറക്കുക. എന്നിട്ട് നേരത്തെ ഒഴിഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിഞ്ഞതിന്റെ ഓപ്പോസിറ്റ് വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് നേരത്തെ നമ്മൾ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് 21 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒഴിഞ്ഞിറക്കുക. ആ തേങ്ങ മാറ്റി വെച്ചിട്ട് 2-ാമത്തെ ദിവസം അങ്ങനെ ചെയ്യുക. 3 ദിവസം പറഞ്ഞു. 2-ാമത്തെ ദിവസവും ഈ പറയപ്പെട്ട ഓതലുകളും ഈ പറയപ്പെട്ട ഒഴിച്ചിലുകളും ഉണ്ടാവുക. 2-ാമത്തെ ദിവസം അങ്ങനെ ചെയ്യുക. എന്നിട്ട് 3-ാം ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് വീടിന് മുന്നിലുള്ള ഉമ്മറ ഭാഗത്ത്, ഏത് ഭാഗത്താണ്? വീടിന് മുന്നിലുള്ള ഉമ്മറ ഭാഗത്ത് പടിഞ്ഞാറേ വശത്ത്, വീട്ടിന് മുന്നിലുള്ള ഉമ്മറ ഭാഗത്ത് പടിഞ്ഞാറേ വശത്ത് തിരിഞ്ഞു നിന്നിട്ട് ഒരു തടി കഷ്ണം വെച്ചിട്ട് അതിന്റെ മുകളിൽ തേങ്ങ വെച്ച് ഒരു കൊടുവാള് കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ശക്തിയായി ഒരു വെട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യേണ്ടത് 3 ദിവസം ചെയ്തിട്ട് 3-ാം ദിവസമാണ്. അപ്പൊ ഇങ്ങനെ ഈ ചെയ്യേണ്ടുള്ള ഇങ്ങനെ തേങ്ങ നമ്മൾ വെട്ടി ഉടക്കേണ്ടുള്ള എപ്പോഴാണ്? 3-ാം ദിവസമാണ്. അപ്പോൾ അതിന്റെ മുട്ടൊക്കെ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം ചിതറി പോകും. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം ഒരു കവറിൽ വാരിയെടുക്കുക. എന്നിട്ട് ആ കവർ കെട്ടാതെ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയുക. പിന്നെ തിരിഞ്ഞു നോക്കാതെ ഇങ്ങ് വരിക. ഇങ്ങനെ ചെയ്താൽ അവന്റെ എല്ലാ തടസ്സങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ വലിയ മഹത്വമുണ്ട്. അത് ഓതി നമ്മൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ വലിയ മഹത്വം അല്ലാഹു നൽകുന്നതാണ്. പടച്ചവനെ റബ്ബേ, ഞങ്ങൾ ഏതൊരു വിഷയത്തിന് ഇറങ്ങിയാലും നീ അതിന് വിജയം നൽകണേ അല്ലാഹ്. തടസ്സങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. നിന്റെ ഖുർആൻ വലിയ മഹത്വമുണ്ട് അല്ലാഹ്. പിശാചുക്കളുടെ ശർറുകളിൽ നിന്ന്, കണ്ണീറുകളിൽ നിന്ന്, നാവേറുകളിൽ നിന്ന്, സിഹറുകളിൽ നിന്ന്, മാർഗങ്ങളിൽ നിന്ന്, കൂടത്തരങ്ങളിൽ നിന്ന് അല്ലാഹുവേ പിശാചിന്റെ സർവ്വ ശർറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അവരാക്കി മാറ്റണേ അല്ലാഹ്. ഇരുലോക വിജയികളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ഏതൊരു വഴിക്കിറങ്ങിയാലും നീ വിജയം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും നീ നിലനിർത്തണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങൾ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിനത് നീ ഞങ്ങൾക്ക് ഫലം നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ട അല്ലാഹു ഒരുപാട് പേര് അസ്മാഇന്റെ ചികിത്സയിലുള്ള അല്ലാഹുവേ റഹ്മാനായ റബ്ബിയോടെ ഞങ്ങളുടെയും സകല ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എല്ലാവിധ ആഫത്തും മുസീബത്തിൽ ഞങ്ങളെ അവരെ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.